അന്തരിച്ച പ്രശസ്ത സിനിമാ നടൻ ബഹദൂറിന്റെ സ്മരണാർത്ഥം അദ്ദേഹം പഠിച്ചിരുന്ന എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുനർനിർമ്മിച്ച ബഹദൂർ ഗേറ്റിന്റെ ഉദ്ഘാടനം നടന്നു. ബഹദൂറിന്റെ സഹോദരി ആസിഫ സെയ്ദ് മുഹമ്മദ് പുനർനിർമ്മിച്ച ബഹദൂർ ഗേറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങൾ 9 മക്കളായിരുന്നു. ആ 9 മക്കളും പഠിച്ചത് എറിയാട് സ്കൂളിലാണ്. അതിൽ ഒരു സഹോദരി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ തന്നെ കിടന്ന് മരിച്ചെന്ന് പറയാം. ഇവിടെ തന്നെ അബോധാവസ്ഥയിലായിരുന്നു. പ്രിയപ്പെട്ട ബാഹുലയ മാസ്റ്ററുടെ ക്ലാസ്സിലായിരുന്നു. പെട്ടെന്ന് തലകറങ്ങി നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സുഹറാന്നാണ് പേര്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. പിന്നെ എൻ്റെ മൂത്ത ബ്രദർ ഇവിടുത്തെ അധ്യാപകനായിരുന്നു, മുഹമ്മദ് മാസ്റ്റർ. അങ്ങനെ എല്ലാവരും സന്തോഷം. ആദ്യമായി ഞാൻ ഇതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് വളരെയേറെ സന്തോഷമുണ്ട്. ബഹദൂറിന്റെ മകൻ മുഹമ്മദ് ബഹദൂറാണ് ഗേറ്റ് പുതുക്കി പണിത് നൽകിയത്. ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്കൂളിന്റെ ഈ മുറ്റത്ത് നാടകം കളിച്ച് വളർന്നാണ് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് കടന്നു കയറിയത്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ന് മലയാള സിനിമ എന്ന് പറയുന്ന സിനിമ എന്താണെന്ന് പോലും ആളുകൾക്ക് അറിയാത്ത 50കളിലോ 60കളിലോ സിനിമയാണ് എൻ്റെ ജീവിതം എന്ന് സ്വപ്നം കണ്ട് അതിലേക്ക് സമൂഹത്തിലെയും വീട്ടിലെയും എതിർപ്പുകൾ മുഴുവൻ മറികടന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും അതിൽ ഉന്നത വിജയം തേടുകയും ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായും നമുക്കെല്ലാവർക്കും മാതൃകയാവേണ്ടതാണ്. അതിലുപരി അദ്ദേഹം ആ സിനിമയുടെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴും അന്ന് ഇന്നത്തെ പോലെയല്ല സിനിമ, മദിരാശിയിലാണ് എല്ലാ താരങ്ങളും. സിനിമാ താരങ്ങളെല്ലാവരും വേറൊരു ലോകത്തു നിന്ന് വന്ന ആളുകളെ പോലെ സമൂഹമായിട്ട് ബന്ധപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം തികച്ചും ഒരു കൊടുങ്ങല്ലൂരുകാരനും എറിയാട് സ്കൂളുകാരനുമായിട്ട് ജീവിക്കാൻ പറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മേന്മ. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, വാർഡ് മെമ്പർ പി.കെ. മുഹമ്മദ്, PTA പ്രസിഡന്റ് ടി.കെ. റാഫി, മുഹമ്മദ് ഹസൻ, അഡ്വക്കേറ്റ് നസീർ അലി, മറ്റ് പ്രമുഖ വ്യക്തികളും ബഹദൂറിന്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിധരായിരുന്നു. പ്രിൻസിപ്പൽ സ്മിത ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ദീപ ടീച്ചർ നന്ദിയും പറഞ്ഞു.